ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. സംരക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടതെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. ചട്ടലംഘനമുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശിക്കാം. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? എറണാകുളം സ്വദേശിയായിട്ടുള്ള അഭിഭാഷകൻ നൽകിയ ഹർജിയിലാണ് ബിഗ് ബോസ് പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാനായിട്ട് ഹൈക്കോടതി നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഒപ്പം തന്നെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം, ബിഗ് ബോസിന്റെ പരിപാടിയുടെ സംഘാടകർ ഇവർക്കൊക്കെ തന്നെ ഹൈക്കോടതി നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിച്ച് ചട്ടലംഘനം എത്തിക്കഴിഞ്ഞാൽ പരിപാടി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് നൽകാമെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഒരു വാദം എന്നുള്ള രീതിയിൽ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് പരിപാടിയിൽ ശാരീരികമായിട്ടുള്ള അതിക്രമങ്ങൾ വരെ നടക്കുന്നുണ്ട്. ഇത് സംപ്രേഷണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പരിപാടി നിർത്തിവെക്കാനായിട്ട് ചാനൽ അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് എതിർകക്ഷികളായിട്ടുള്ള കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം, അതോടൊപ്പം തന്നെ ചാനൽ അധികൃതർ ഇവർക്കൊക്കെ തന്നെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതോടൊപ്പം അടിയന്തരമായിട്ട് തന്നെ ഈ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ ഈ റിയാലിറ്റി ഷോയുടെ ഉള്ളടക്കം പരിശോധിച്ച് അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഈ റിയാലിറ്റി ഷോയിൽ നടക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തിവെക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ, അത്തരമൊരു നിർദ്ദേശം കേന്ദ്രത്തിന് നൽകാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ഹൈക്കോടതി മെയ് 20 വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വ്യക്തമാണ്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.